ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവം ഏറ്റുവാങ്ങിയ ജനം ടിവിയുടെ തത്സമയ ജനകീയ സംവാദ പരിപാടി ജനസഭയ്ക്ക് നേമത്ത് ആവേശകരമായ പരിസമാപ്തി. മാർച്ച് 10-ന് തെക്കൻ കേരളത്തിലെ പാറശാലയിൽ നിന്നാരംഭിച്ച പരിപാടിയാണ് മധ്യ തിരുവിതാംകൂറും വടക്കൻ കേരളവും കടന്ന തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയത്. സംസ്ഥാനത്തെ പ്രധാന ലോക്സഭാ മണ്ഡലങ്ങളിൽ NDA അടക്കമുള്ള 3 മുന്നണികളുടെയും പ്രധാന നേതാക്കളെയും പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് ജനം TV നടത്തിയ ജനകീയ സംവാദ പരിപാടിയായിരുന്നു ജനസഭ. അനിൽ നമ്പ്യാർ അവതാരകനായുള്ള പരിപാടിയിൽ എത്രയോ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, സംവാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ, വാഗ്വാദങ്ങൾ. ജനസഭയുടെ ഇത്തവണത്തെ അവസാന അധ്യായം നേമത്ത് ഒരുക്കിയപ്പോഴും ആവേശം ഒട്ടും കുറഞ്ഞതുമില്ല. സിദ്ധാർത്ഥിന്റെ ദാരുണ മരണവും വാളയാറിലെ പെൺകുട്ടികളുടെ കൊലപാതകവും മണിപ്പൂരുമൊക്കെയാണ് തിരുവനന്തപുരം പാർലമെന്റ് ചർച്ചയെയും പൊടിപാറിച്ചത്. NDAയുടെ പ്രതിനിധിയായി തിരുമല അനിലും LDFിലെ രാഖി രവികുമാറും UDFിന്റെ നേമം ഷജീറും ജനസഭയെ സമ്പന്നമാക്കി. മണിപ്പൂർ വിഷയത്തിൽ വലിയ വേവലാതിയൊന്നും പെടേണ്ട കാര്യമില്ല. കേരളത്തിൽ നിങ്ങൾ മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് എത്ര ചർച്ച ചെയ്താലും കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം നിങ്ങളുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ജനസഭയിലൂടെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനമനസ് പകർത്താൻ കഴിഞ്ഞതിൽ ജനം TVക്കും ചാരിതാർത്ഥ്യം. ജനം, തിരുവനന്തപുരം.